നിങ്ങൾ ആലോചിക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ, തുടക്കത്തിൽ ഒരു രോഗം, ഇപ്പം പല രോഗം. ആശുപത്രി പോകുമ്പോൾ ഒറ്റ സുഖേടേ ഉണ്ടായിട്ടുള്ളൂ. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് നിങ്ങളൊന്ന് ആലോചിക്കും. കാരണം മരുന്നുകൊണ്ടൊന്നും, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് പരിചയമുള്ള ഭൗതികമായ എന്തെങ്കിലും വഴിയിലൂടെ നിങ്ങൾ അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾ ആരും വ്യാമോഹിക്കേണ്ട. 20-30 കൊല്ലമായിട്ട് നിങ്ങൾ ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞ കറക്റ്റാണ്, വിത്ത് എവിഡൻസ്. എൻ്റെ അടുത്ത് പ്രൂഫുണ്ട്. ഞാൻ കൃത്യമായതാണ് പറയുന്നത്. പകരം നമ്മുടെ മുമ്പിൽ വളരെ ലളിതമായ, വളരെ എളുപ്പമുള്ള, സത്യസന്ധമായ ഒരു വഴിയുണ്ട്. അലൈക്കും ഷിഫായിൻ. രോഗം വന്നാൽ നിങ്ങൾ അങ്ങനെ ബേജാറായി നിൽക്കേണ്ട. അലൈക്കും ഷിഫായിൻ. രോഗം മാറാൻ 2 മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സയ്യിദുനാ മുഹമ്മദ് റസൂൽ. ചികിത്സിക്കണ്ട എന്നൊന്നും ഇസ്ലാമിന് വാദമില്ല. ചികിത്സിക്കണം. നല്ല കഴിവുള്ള ഡോക്ടറെ കാണിക്കണം. നല്ല കഴിവുള്ള ഡോക്ടറെ കാണിക്കണം. നീതിമാനായ ഡോക്ടറെ കാണിക്കണം. മനുഷ്യത്തുള്ള ഡോക്ടറെ കണ്ടെത്തി അവരെ കാണിക്കണം. അത് ഉപേക്ഷിക്കാൻ പാടില്ല. നിങ്ങളുടെ രോഗം ശിഫയാവാൻ 2 മാർഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിലൊന്ന് പറഞ്ഞത് അൽ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമായ ഖുർആനാണ്. ഡോക്ടർ CK രാമചന്ദ്രൻ എന്ന ഇന്ത്യയിലെ പ്രഗത്ഭനായ ഡോക്ടർ CK രാമചന്ദ്രൻ എന്ന ഇന്ത്യയിലെ പ്രഗത്ഭനായ ഡോക്ടർ പറഞ്ഞത്, രോഗം അതിന്റെ ഏറ്റവും വലിയ മൂർധന്യതയിലാണ്. രോഗാതുരത കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇനി വല്ല വഴിയുണ്ടെങ്കിൽ ഞാൻ നിസ്സംശയം പറയും, കോഴിക്കോട് അങ്ങാടിയിൽ പറഞ്ഞ വാക്കാണ്, അത് ഖുർആൻ മാത്രമാണ് ഇനി വരും കാലത്ത് രോഗപരിഹാരത്തിന്റെ മാർഗമെന്ന് ഡോക്ടർ CK രാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. എഴുതിയ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫറ്റോപ്പതി എന്നൊരു ലഘുകൃതി എൻ്റെ കയ്യിലുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫറ്റോപ്പതി എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വൈദ്യശാസ്ത്രത്തിന്റെ പ്രാധാന്യം. ആയുർവേദത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതനാണ് ഡോക്ടർ CK രാമചന്ദ്രൻ. ഡോക്ടർ CKR എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. ആയുർവേദത്തിൽ അപാര പാണ്ഡിത്യം. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലെ മഹാപ്രതിഭയാണ് ഡോക്ടർ CK രാമചന്ദ്രൻ. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ കരൾ പോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് ആര്? ഡോക്ടർ CK രാമചന്ദ്രൻ. ഇസ്ലാമിനെ അറിയുന്ന, ഖുർആനിനെ അറിയുന്ന, ഹദീസിനെ അറിയുന്ന, ഇസ്ലാമിക ചരിത്രത്തിലെ നാഗരികതയുടെ വിജയ കഥകൾ അറിയുന്ന, സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിലെ 100 ബെഡുള്ള നൂരിയ ഹോസ്പിറ്റലിന്റെ ചരിത്രം കേരളീയർക്ക് പറഞ്ഞുകൊടുത്ത മഹാപ്രതിഭയാണ് ആര്? ഡോക്ടർ CK രാമചന്ദ്രൻ. നമുക്കതൊന്നും അറിയില്ല. അങ്ങനെ ഒരു പ്രതിഭയാ പറഞ്ഞത്, ഇനി ഖുർആനാണ് പരിഹാരം. നിസ്സാര വാക്കാണോ? എഡ്വേർഡ് ജി ബോൺ എന്ന് പറയുന്നത് ക്രിസ്തീയ സഹോദരനാണ്, വൈദ്യശാസ്ത്ര പണ്ഡിതനാണ്, വൈദ്യശാസ്ത്രത്തിന്റെ ഹിസ്റ്ററി അറിയുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് ഇനി പരിഹാരം ഖുർആനാണ്. ഖുർആൻ ഓതി കുത്തിരിക്കാന്നല്ല അതിന്റെ അർത്ഥം. ഖുർആനിൽ പറഞ്ഞ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളെ വളർത്തിക്കൊണ്ടുവന്നുകൊണ്ട് വാഷിംഗ്ടൺ പ്രസംഗത്തിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ പറഞ്ഞ പോലെ തന്നെ, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ തന്റെ വാഷിംഗ്ടൺ പ്രസംഗത്തിലും പറഞ്ഞത് ഖുർആനാണ് ഇനി വൈദ്യശാസ്ത്രത്തിൽ പ്രതീക്ഷ. പക്ഷെ നമ്മൾ സമ്മതിക്കൂല. ഈ ഇരിക്കുന്ന നിങ്ങളുണ്ടല്ലോ, ഈ ഇരിക്കുന്ന നിങ്ങളും ഈ ഇരിക്കുന്ന ഇവരൊന്നും സമ്മതിക്കൂല. നിങ്ങളെല്ലാം ഞാൻ പ്രതികളാക്കുകയാണ്. ബഹുമാനിക്കാനൊന്നും തൽക്കാലം തരവില്ല. നിങ്ങളെ ബഹുമാനിച്ചോളി. ഞാൻ അക്കൂട്ടത്തിലൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ഖുർആൻ ഉയർത്തിപ്പിടിക്കോ, ഞാൻ ബഹുമാനിക്കും. നിങ്ങളിത് താഴ്ത്തി പിടിച്ചിട്ട് മറ്റേന്റെ വേക്കല, നിങ്ങൾ പോയി പണി നോക്കിയെന്ന് പറയും. കാരണം നിങ്ങൾ അതിന് പറ്റൂല. നിങ്ങൾക്ക് ബഹുമാനത്തിന് അർഹതയില്ല. ഇസ്സത്ത് വലില്ലാഹിൽ ഇസ്സത്തു വലിർറസൂലി വലിൽ മുഅ്മിനീൻ. ഈ കൂട്ടർക്കേ ബഹുമാനമുള്ളൂ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ എന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗം തുടങ്ങിയത്. നിങ്ങൾക്ക് വേറൊന്നും തോന്നണ്ട, സബീലായിട്ടൊന്നല്ല. അള്ളാഹു എല്ലാവരെയും ഇസ്സത്തിലാക്കി തരട്ടെ. എനിക്കതാ ആഗ്രഹം. ഇരിക്കുന്ന എല്ലാവരും ഇസ്സത്തിലാകണം, ഇരിക്കുന്ന എല്ലാവരും ബഹുമാനികളാവണം, ഇരിക്കുന്ന എല്ലാവരും ആദരണീയരാവണം. അള്ളാഹു അങ്ങനെ ഒരു പ്രതാപം ഈ ഉമ്മത്തിന് തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പൊ രോഗം ഉണ്ടാവുന്ന വഴികളിൽ നിന്നും, രോഗം വളരുന്ന വഴികളിൽ നിന്നും, രോഗം ശക്തിപ്പെടുന്ന വഴികളിൽ നിന്നും വിട്ടുനിൽക്കാത്തതുകൊണ്ടാണ് കൊല്ലങ്ങളായിട്ടും നമുക്ക് സൂക്കേട് മാറാതിരുന്നത്. പക്ഷെ അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു സർവ്വരോഗത്തിനും ശിഫയുണ്ട്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ. അള്ളാന്റെ കലാം. ഇത് ജലീൽ ദാരിമി അറബിയിൽ പ്രാസോപ്പിച്ച് പറഞ്ഞൊരു വാക്കല്ല. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ.
വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധ ഖുർആനിലെ സൽമാനുൽ ഫാരിസി റഹ്മഹുല്ലാഹ് തങ്ങൾ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിക്കുന്നതിനിടയിൽ രോഗം മാറാൻ സഹായിക്കുന്ന ആയത്ത് ഖുർആനിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓതിയ ആയത്താണിത്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ഫമാ അതാകുമുർ റസൂലു ഫഖുദു. പിടിക്കലേ നിർവാഹുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ദൂതൻ കൊണ്ടുവന്നതിനെ നിങ്ങൾ പിടിച്ചോളി, നിങ്ങൾ ജയിക്കും. അള്ളാഹു വിശാലമാക്കി തരട്ടെ നമ്മുടെ കാര്യങ്ങൾ. ഖുർആൻ ശിഫയാണ്. അതൊരു ഇസ്ലാമിക പ്രഭാഷകന്റെ അഭിപ്രായമൊന്നുമല്ല, ഒരു മുസ്ലിം പ്രഭാഷകന്റെ അഭിപ്രായമല്ല. മുസ്ലിങ്ങൾക്ക് എന്തിനാണ് യോഗ എന്ന് ചോദിച്ചത് സ്വാമി നിത്യ ചൈതന്യ യതി എന്ന ഗുരുവാണ്. ചില ആളുണ്ട് ഇപ്പൊ യോഗ എന്നെല്ലാം പറഞ്ഞിട്ട് വലിയ സംഭവമായിട്ട് അതിന്റെ ബേക്കലോടുന്നു. യോഗ എന്നെല്ലാം വിചാരിച്ച എന്തോ മഹാസംഭവമാണ്. സംഭവം തന്നെയാണ്. ഒരു സംസ്കാരത്തിന്റെ ഭാരതീയ സന്യാസി മഹർഷിമാരുടെ പതഞ്ജലി മഹർഷിയുടെ ശിഷ്യഗണങ്ങൾക്കുള്ള ആചാരങ്ങൾ ക്രമപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സന്യാസ ജീവിതത്തിന്റെ ഇപ്പം ദർസിൽ താമസിച്ച് മുത്തഅല്ലിമീങ്ങൾക്ക് ഉസ്താദ് ചിട്ട പഠിപ്പിക്കുന്നത് പോലെ, ദർസിൽ താമസിച്ച് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഉസ്താദ് തർബിയത്ത് കൊടുക്കുന്നതിന്റെ ഭാഗമായി ചിട്ട പഠിപ്പിക്കുന്നത് പോലെ താപസ ജീവിതം, തപസ് ചെയ്തിട്ടുള്ള ജീവിതത്തിന്റെ ചിട്ട പഠിപ്പിക്കാൻ വേണ്ടി മഹർഷി വര്യന്മാര് രൂപപ്പെടുത്തിയതാണ് യോഗ. ഈ അടുത്ത കാലത്ത് ആയുർവേദത്തിന്റെ ഭാഗമായി ഹഠയോഗ എന്ന പേരിൽ ചികിത്സയിലേക്ക് അതിനെ മിക്സ് ചെയ്തു എന്നല്ലാതെ യോഗ ഒരു ചികിത്സാക്രമമല്ല. എന്നാൽ ശരിയായ യോഗ അറിയുന്ന ഒരു ഗുരുവിൽ നിന്ന് ചില ലളിതമായ യോഗക്രമങ്ങൾ, വളരെ ലളിതമായ ചില യോഗക്രമങ്ങൾ അതിസമർത്ഥനായ ശരീരശാസ്ത്രം അറിയുന്ന ഒരു വൈദ്യ പണ്ഡിതൻ നിർദ്ദേശിച്ചാൽ ചെയ്യുന്നതിന് എതിരൊന്നുമല്ല. പക്ഷേ ശരിയായ യോഗ പരിശീലനം മതത്തിന് ചേരാത്തതാണ്. കാരണം പതഞ്ജലി മഹർഷി എന്ന മഹാഗുരുവര്യൻ സ്ഥാപിച്ച യോഗ തൗഹീദിന് നിരക്കാത്തതാണ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ, തൗഹീദിന് നിരക്കാത്തതാണ്. അപ്പോ രോഗം ശരീരത്തിൽ വരാതിരിക്കാൻ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നതാണ് ബുദ്ധി. പ്രതിരോധ മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നാം സ്ഥാനത്ത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ ഒന്നാം സ്ഥാനം ഖുർആനിലെ പ്രാർത്ഥനക്കാണ്. പ്രാർത്ഥനയിലെ ഒന്നാം സ്ഥാനം ഖുർആനിലെ പ്രാർത്ഥനക്കാണ്. അയ്യുദ്ദുആഇ അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണ്? അൽഹംദുലില്ലാ എന്നതാണ്. അപ്പം മഈശത്തിന് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, അധ്വാനിക്കാൻ വേണ്ടി, അടുക്കള ജോലി ചെയ്യാൻ വേണ്ടി ഒക്കെ ഉണർന്നെഴുന്നേറ്റ മനുഷ്യന് അതിനുള്ള കുവ്വത്തും സിഹത്തും നശാത്തും വേണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ മനുഷ്യൻ, നിങ്ങൾ ശ്രദ്ധിച്ചോളി, രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ മനുഷ്യന് ജോലി ചെയ്യാൻ, പഠിക്കാൻ, യാത്ര ചെയ്യാൻ, അടുക്കള ജോലി ചെയ്യാൻ, വെറുതെ ഇരിക്കാനും എന്ത് വേണം? ഇനി വെറുതെ ഇരിക്കുകയാണെങ്കിൽ അതിനും എന്ത് വേണം? നശാത്ത് വേണ്ടേ? അല്ലെ മൂഡ് ഓഫ് ആയി പോലെ. അപ്പൊ വെറുതെ ഇരിക്കുകയാണെങ്കിലും സിഹത്ത് വേണം. സിഹത്ത്, ഖുവ്വത്ത്, നശാത്ത്, അതായത് ആരോഗ്യം, ശക്തി, ഉന്മേഷം. ഞാനിതിങ്ങനെ അറബി പറയുന്നിട്ട് നിങ്ങൾ എന്തോ സമ്പാദിക്കണ്ട. ആരോഗ്യം, ശക്തി, ഉന്മേഷം. ശക്തി എന്നതിന് രോഗം വരാതിരിക്കാനുള്ള, ഇനി അഥവാ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് വന്നാൽ തന്നെ അതിനെ പ്രതിരോധിച്ച് തോൽപ്പിക്കാനുള്ള ശക്തി. നഫ്സി ഫിൽ ഖവിയ്യ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മുടെ റസൂലെ രോഗം വന്ന് സൂക്കേട് പിടിച്ചിട്ട് പള്ളിന്റെ തൂണിന് ചാരിയിരിക്കുന്ന ആളൊന്നുമല്ല. നമ്മുടെ റസൂൽ സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിലെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വരുമ്പോൾ ഒരു 40 ആളൊക്കെ നടന്നു വരുന്ന പോലെ തോന്നും. നമ്മൾ പറയില്ലേ ഓനൊരു 10 ആക്കെല്ലാം മതിയെന്ന്. ഞങ്ങളെ നാട്ടിൽ പറയലുണ്ട്. ഓനൊരു 10 ആക്കൽ ഓനൊരുത്തം മതിയെന്ന്. അജ്ജാതിക്കരുത്ത് സംഭവം വേണം. ചെറുപ്പക്കാരൊക്കെ അതിനുള്ള പണിയെടുത്തോളി. ഈ യുവാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ മുടിയെല്ലാം എന്തെല്ലോ ആക്കി നടക്കുന്നതിനെ തടിയൊന്ന് ഉഷാറാക്കി നടന്നോളി. അല്ലേ എന്തേ നല്ല ഉഷാറ് വേണം. കണ്ടാ പേടിക്കണം എന്ന് എൻ്റെ അഭിപ്രായം. കണ്ടാൽ തന്നെ പേടിക്കണം. മുമ്പ് കളരി പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉസ്താദ് പിടിച്ചിട്ട് ഗോതയൊക്കെ ഉണ്ടാക്കി. ഒരിക്കൽ പറടാ, ധൈര്യം ഇല്ലെങ്കിലും അടിക്കാൻ വരുന്ന നിങ്ങളെ കണ്ടാ പേടിക്കണം. അതന്നെ ഒരു വലിയ അടിയാണ് എന്നാണ്. ഇത് ആദ്യം തന്നെ തലചൊറിയും, പിന്നെ എവിടെയാ ശരിയാകുക?
ആദ്യം തന്നെ തലയോറിയും, പിന്നെ എവിടെ ശരിയാകാം? ചെറുപ്പക്കാരോടാണ് കേട്ടോ. കാരണം ധീരന്മാരായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഹംസത്തുൽ കർറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഉശിരന്മാരുടെ ചരിത്ര ഭാഷ. അവരുടെ ഉശിരിന്റെ രഹസ്യം മസിലൊന്നല്ല, ഈമാനാണ്. അത് ആദ്യം പഠിച്ചോളി നിങ്ങൾ. ഇത് പൂച്ചറ കണ്ടാ പേടിക്കുന്ന ഈ ധൈര്യമാണ് പല ചെറുപ്പക്കാർക്കും. മസിലെല്ലാം ഭയങ്കര സംഭവമായിരിക്കും. പോട്ടെ. അതല്ലേ എന്തെങ്കിലുമൊക്കെ നിയമമൊക്കെ വന്നെന്ന് പറയുമ്പോൾ നമുക്ക് ബേജാറ് വരുന്നത്. ആർത്തിരമ്പുന്ന കടൽ തിരമാലകൾക്ക് മുമ്പിൽ പേടിക്കാത്തവരാണ് നമ്മുടെ പൂർവികർ. അറിയോ നിങ്ങൾക്ക്? പേടി പറയരുത് ഈ ഉമ്മത്തിന്റെ മുമ്പിൽ ആരും. ഈ ഉമ്മത്തിനാരും പേടിപ്പിക്കരുത്. ഉള്ളാളത്ത് മറവിട്ട് കിടക്കുന്ന സയ്യിദ് മദനി എന്ന് പറയുന്ന ആ വലിയ എങ്ങനെ അവിടെ വന്നേക്കണേ? എങ്ങനെയാ വന്നിരിക്കുന്നത്? അതായത് നമ്മുടെ ഒരു പാരമ്പര്യം അതാണ്. ഉശിരിന്റെ, ഉണർവിന്റെ, തടുക്കേണ്ടവനെ തടുക്കുന്നതിന്റെ, നിലക്ക് നിർത്തേണ്ടവനെ നിലക്ക് നിർത്തുന്ന ഒരു പാരമ്പര്യമുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു എസൻസ് ഈമാനാണ്. അതുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർത്താനം പറയണ്ട. ഇല്ലെങ്കിൽ പിന്നെ മുണ്ടാട്ട് എന്നിട്ട് ഉള്ള കടലാസിലൊക്കെ ഒപ്പിടുന്ന തന്നെയാണ് നല്ലത്. വെറുതെ ചൊറക്ക് വെക്കണ്ട. ഉള്ള കടലാസിൽ ഒപ്പിട്ട് തീർന്ന് വെള്ളക്കൊടി കാണിച്ചാൽ പിന്നെ യുദ്ധമില്ലല്ലോ. കഴിയുന്ന പണിയെടുത്താൽ മതിയെന്ന്. അപ്പോ സിഹത്ത്, കുവ്വത്ത്, നഷാത്ത്, ഇബാദത്തിന് ഇത് അനിവാര്യമാണ്. ഫത്ഹുൽ മുഈൻ എന്ന ലോക പ്രശസ്തമായ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ നിസ്കാരത്തിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് മഹാനവറുകൾ എഴുതി വെച്ച ഒരു മത്തനെന്താ? ബി നഷാത്തിൻ, ഉണർവോടെ, ഉന്മേഷത്തോടെ. ഇപ്പൊ എത്രാക്കാണ്? കാലിന് വെജ്ജ, എന്നെ എങ്ങനെയപ്പം നിസ്കരിക്കാണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് വെടുങ്ങേറായിട്ടാണ് നിസ്കരിക്കാൻ പോണത്. എങ്ങനെയെങ്കിലും ഒന്ന് സലാം വീട്ടി കിട്ടിയാൽ മതി എന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. ദയവേത് ഉസ്താദുമാർ നിസ്കാരത്തിൽ വലിയ സൂറത്ത് ഓതിയാക്കരുതേ. ഇത് കാലം വളരെ രോഗികളെ പ്രയാസം. നിങ്ങൾ ഓതരുത്, ആരും ഓതരുത് ഉസ്താദെ. ഏതെങ്കിലും ഓതുന്ന ഇമാം ഉണ്ടെങ്കിൽ അത് നിർത്തണം. ചില കമ്മിറ്റിക്കാർക്ക് ഒരു പൂതിയുണ്ട്, ഇത് നല്ലോണം ഓതുന്ന മൊയിലാറ ഇമാമാക്കി നിർത്താൻ. രണ്ടിനെയും പുറത്താക്കണം. മഹലിന്ന് രണ്ടിനെയും പുറത്താക്കണം. പറ്റൂല. മുട്ടുവേദനക്കാര്, നിൽക്കാൻ പറ്റാത്തവര്, വേദനിക്കുന്നവര്, എന്നിട്ട് മൊയിലാർ അങ്ങോട്ട് മെഹ്റാബിൽ എന്നിട്ട് ഓതാണ്. ഇയാളിങ്ങനെ ഓത്ത് പഠിച്ചിട്ടേ മൂപ്പർക്ക് ഇങ്ങനെ ഓതലുണ്ട്. നല്ല മൈക്കും എക്കോ. ആ എക്കോ മൈക്കാതെ ഒഴിവാക്കണം പള്ളിയിൽ നിന്ന്. ചെറിയ സൂറത്ത് തപ്പിപ്പിടിച്ച് ഖുർആൻ ഓതുക. ഈ കാലം സൂക്കേട്, മുട്ടുവേദന, കാലുവേദന, കാലിന് നീര്, പെട്ടെന്ന് മൂത്രയിക്കാൻ പോകേണ്ടവര്, എന്നിട്ടാ ഓത്ത് വലുത്. അവൻ ടൗൺ പള്ളിയിൽ നിന്ന്. ടൗണാണ്. ഫിഖ് മാനിക്കാതെ ഇസ്ലാം ഉണ്ടോ? അതുകൊണ്ട് ദയവിതെല്ലാം ഉസ്താദന്മാരോട് ഒന്ന് പറയണം ഓത്ത് ചുരുക്കാൻ. നിസ്കാരം തീർത്തു കൊടുക്കുക നിങ്ങൾ. കാരണം ജനങ്ങൾക്ക് കഴിയുന്നില്ല. പിന്നെ അമ്പകയിൽ നിസ്കാരത്തോട് ഒരു വെറുപ്പ് വരണ്ട. ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഫിഖ്ഹ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ആർക്കൊന്നും തോന്നേണ്ട ഇത് വെറുതെ പറഞ്ഞാണ്. ഞാൻ ഫിഖ്ഹ പറഞ്ഞത്. ആലിമീങ്ങൾ ഇരുത്തിയിട്ടാണ് സംസാരിക്കണത്. അല്ലാന്ന് പറയും മഹല്ലുകളുടെ കത്തിയുമാരല്ലേ ഇരിക്കണത്. അല്ലാന്ന് പറയും ഫുഖഹാക്കൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും. മനുഷ്യനെ പരിഗണിക്കുക എന്നതാണ് മതം. മനുഷ്യനെ എളുപ്പം ചെയ്തു കൊടുക്കലാണ് മതം. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ. അള്ളാഹു നിങ്ങൾക്കൊക്കെ എളുപ്പം ഉദ്ദേശിക്കണേ. എന്നാൽ ചില ആളുകൾ അത് വിട്ടുകൊടുക്കൂല. ചില ആളുകൾ അങ്ങോട്ട് ഇടങ്ങാറാക്കും. സുബീന്റെ ഒക്കെ നിസ്കാരത്തിന് പോയാൽ പെട്ട് അങ്ങോട്ട് ഓത് തന്നെ. മുമ്പ് നിൽക്കാതിരിക്കാൻ മുട്ടുവേദന ഉള്ളത്. 10-15 കൊല്ലം മുമ്പ് നിങ്ങൾ തബാറക്ക് ഓതിക്കോളി, പ്രശ്നമില്ല. അന്ന് മുട്ടുവേദന ഉണ്ടോ? ഇടങ്ങേറാക്കരുത് മനുഷ്യന്മാരെ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവർക്കും എളുപ്പം ചെയ്തു കൊടുത്ത നായകനാണ്, ദൂതരാണ്. നിങ്ങളായിട്ട് ഇടങ്ങേറാക്കരുത്. അള്ളാഹു എല്ലാവർക്കും എളുപ്പം പ്രദാനം ചെയ്യട്ടെ കേട്ടോ. ഒക്കെ നിയമമായിട്ട് തന്നെ വരണം എൻ്റെ അഭിപ്രായം. അപ്പം അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി എന്നതിൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഭാതത്തിലെ പ്രാർത്ഥനയായി, ഉണർവിന്റെ സമയത്തെ പ്രാർത്ഥനയായി പഠിപ്പിച്ചതിൽ നിന്റെ ശരീരത്തിലെ ജീവനെ ശക്തിപ്പെടുത്തുന്ന വലിയ രഹസ്യങ്ങളുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ആരോഗ്യത്തിന് 4 തത്വങ്ങൾ പറഞ്ഞു. 4 എണ്ണം. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യൻ ആരോഗ്യവാനാകുന്നതിന്റെ 4 തത്വങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനെ കേൾക്കാത്തവരുണ്ടോ? ഇല്ല. ഇതിലൊന്ന് പ്രഭാതത്തിലെ ഉണർച്ച. ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ചയുടെ വലിയ രഹസ്യങ്ങൾ അറിയാൻ പരിശ്രമം നടത്തി പഠിച്ച ചില ആളുകൾ കണ്ടെത്തിയത് അവരുടെ പ്രഭാതത്തിലെ ഉണർച്ചയാണ് ഒന്നാമത്തെ കാരണം പറഞ്ഞത്. പ്രഭാതത്തിലെ ഉണർച്ച, ഫജ്റിന്റെ നേരത്തെ ഉണർച്ച. അപ്പൊ രോഗികൾ നിർബന്ധമായും ഫജ്റിൽ ഉണരണം, എന്നാ സൂക്കേട് കുറയും.
കാരണം സൂക്കേട് കുറയാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വായുമണ്ഡലത്തിൽ സ്വർഗീയ പരിമളമായി ഒരുക്കിയത് ഫജ്റിലാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് ഉറങ്ങിപ്പോകുന്നതിനെ തൊട്ട് നമ്മുടെ ഉസ്താദുമാർ നമുക്ക് ദുആ ചെയ്യുന്നത് എന്ത്? അല്ലാഹുമ്മ നബ്ബിഹിനാ അൻ നൗമത്തിൽ ഗാഫിലിൻ, അല്ലാഹുവേ ഉറക്കം തൂങ്ങിപ്പോകുന്ന അവസ്ഥയെ തൊട്ട് ഒന്ന് ഉണർത്തി തരണേ. കാരണം ഉണരേണ്ട സമയത്ത് ഉണർന്നിട്ടില്ലെങ്കിൽ ചിലത് നഷ്ടപ്പെട്ടു. അതിലേറ്റവും വലുതാണ് ആരോഗ്യം. മനസ്സിലാവാണ്ടോ? ഞാൻ സ്പീഡായി പോയോ? സ്പീഡായി. അതായത് അല്ല, പറയുന്നത് ഓരോന്നും പഠിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഈ പരിശ്രമം നഷ്ടത്തിലായി പോകുകൊണ്ടാണ്. നിങ്ങൾക്ക് തോന്നി ഇതെന്തെല്ലാം ആവർത്തിച്ച് പറയുന്നത്. ഹത്താ തഫ്ഹമ അൻഹു അആദഹ തലാസൻ ഹത്താ തഫ്ഹമ അൻഹു, അതാ കലാമ് കേട്ടാ. ഉസ്താദ്മാർക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? ആവർത്തിച്ച് പറയുന്നത് കൗമിന് തിരിയാൻ തന്നെയാണ്, കൗമിൽ അത് സ്ഥിരപ്പെടാനാണ്. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈലിയാണ്. നമ്മുടെ വിഷയം പ്രഭാതത്തിൽ ഉണ്ടത്രേ, അൽഹംദുലില്ലാഹ് ഉണ്ടത്രേ. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിലേക്ക് അതിനിടയിൽ ഒന്ന് പോയതാ. എന്തിനാ പോയത്? 4 വലിയ തത്വങ്ങൾ ആരോഗ്യ വിഷയത്തിൽ അവതരിപ്പിച്ച മഹാനായ വൈദ്യശാസ്ത്ര പണ്ഡിതനാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു. നമ്മളിൽ പലരുടെയും ധാരണ ഇമാം ഷാഫിഈ റളിയല്ലാഹു ഫിഖ്ഹിന്റെ കുറച്ച് കിതാബെല്ലാം എഴുതിയ ആളാണെന്നാ. ആണ് അല്ലാന്നല്ല. എന്നാൽ വൈദ്യശാസ്ത്രത്തിലെ മഹാതത്വങ്ങൾ അവതരിപ്പിച്ച വലിയ സയന്റിസ്റ്റ് ആയിരുന്നു, ശാസ്ത്രജ്ഞനായിരുന്നു മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു. ആ മഹാനുഭാവൻ കുറെ ഫോർമുലകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് പ്രഭാതത്തിലെ ഉണർച്ച. ഏത് പ്രഭാതത്തിലെ? സൂര്യൻ ഉദിച്ചാലും പ്രഭാതം തന്നെയാണ്. സൂര്യൻ ഉദിച്ചാലും പ്രഭാതം തന്നെയാണ്. പക്ഷെ പ്രഭാതം, പൂർവപ്രഭാതം, ആദി പ്രഭാതം, പ്രഭാതം, 3 പ്രഭാതം എത്രണ്ണായി? അതായത് ഫജ്ർ സ്വാദിക്ക് സുബീന്റെ ബാങ്ക് കൊടുത്ത പാടുള്ള സമയം, പിന്നെ സൂര്യൻ ഉദിച്ചിട്ടുള്ള സമയം. മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നല്ലോ, ചിലതങ്ങോട്ട് ശരിയാവുന്നില്ല എന്ന് തോന്നുന്നല്ലോ. ഇശാഇന്റെ വഖത്ത് അവസാനിച്ച് എന്താ സുബീന്റെ സമയം ആയോ? ഇല്ല. ഫജ്റിന്റെ സലാത്തില്ലേ, തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയമില്ലേ, അതന്നെ. നമ്മളെല്ലാരും ആ 4 മണിക്ക് എണീക്കുന്നുണ്ടല്ലോ, അതന്നെ സമയം. ഈ സമയത്തെ ഉണർവ് ബുദ്ധിശക്തി, ഓർമ്മശക്തി, ഹൃദയശക്തി, മസ്തിഷ്ക ശക്തിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഹൃദയത്തെ ബലപ്പെടുത്തും, മസ്തിഷ്കത്തെ ശക്തിപ്പെടുത്തും. ഇത് രണ്ടും ബലപ്പെട്ടാൽ നിങ്ങളുടെ ശരീരം മുഴുവൻ സലാമത്തായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാങ്ക് കേൾപ്പിക്കലുടെ ഹൃദയം വഴി മസ്തിഷ്കത്തെ ബലപ്പെടുത്തിക്കൊണ്ട് ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളെയും ശക്തിപ്പെടുത്തുക എന്ന ഒരു വലിയ രഹസ്യമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത്. ജനിച്ച് ഉമ്മാന്റെ പള്ളയിൽ അള്ളാന്റെ ഒരു പ്രത്യേകമായ തർബിയത്തിൽ, ഒരു പ്രത്യേക സംരക്ഷണത്തിൽ ജീവിച്ച മനുഷ്യൻ വായുവും വെള്ളവും വെളിച്ചവും ഇരുട്ടും ഒക്കെ ഉള്ള ഒരു പ്രത്യേക ലോകത്തേക്കാണ് വരുന്നത്. ഇവിടെ ഒറ്റ ടൈപ്പാണ്. എവിടെ? ഉമ്മാന്റെ പള്ളയിൽ ഒറ്റ ടൈപ്പാണ്, ഒരു കാലാവസ്ഥയാണ്. എന്നാൽ നീ ജനിച്ചു വീണ ഭൂമിയിലോ ഇടക്ക് വെളിച്ചം, ഇടക്ക് ഇരുട്ട്, ഇടക്ക് ചൂട്, ഇടക്ക് തണുപ്പ്. മനസ്സിലാകുന്നുണ്ടോ? ഈ ഒരു അവസ്ഥയോട് നിന്റെ ശരീരത്തിന് ഈ അവസ്ഥകളോട് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ നീ ആദ്യം അള്ളാഹുവുമായി ബന്ധപ്പെട്ട കലാമ് കേൾക്കണം. ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി വാക്കുകൾക്കാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി വാക്കുകൾക്കാണ്. അള്ളാഹുവിന്റെ ഒരു വാക്കിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത്.